എൻ്റെ രാഹുൽ ഗാന്ധി ഒന്നിലോ നിങ്ങൾ പൊട്ട കളിക്കുന്നു, അല്ലെ നിങ്ങളെ വോട്ടറാക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു. ഈ ഒരു പ്രക്രിയക്ക് കൈയയച്ച് സഹായിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ? ഒരൊറ്റ ചോദ്യം കൂടെ. ഇപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞത് NEP 2020 ചട്ടക്കൂട് പ്രകാരമുള്ള പാഠ്യപദ്ധതി ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇത് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ചെലുത്തുന്ന ഒരു സമ്മർദ്ദമാണോ? അതായത് NEP-യിലെ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ചെലുത്തുകയാണോ സമ്മർദ്ദം, അതെയോ ഇവർ സ്വയമേ ഏറ്റെടുക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്, കാരണം ചിലപ്പോൾ ഇവരെ ആരും ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നു വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ആദ്യം തന്നെ ഇവരെന്താ ചെയ്തത്? ഇവരെ എതിർത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഓരോ പദ്ധതികളും ഇവരെന്ത് ചെയ്തു? അംഗീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പം സാധാരണ ഇതിലൊരു സർക്കാർ രൂപീകൃതമായി മുമ്പോട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും വരും. അതിൻ്റെ അർത്ഥം ഇവരുടെ ഉള്ളിൽ അതായിരുന്നില്ലേ? ഇവർ ജനങ്ങളെ വഞ്ചിക്കായിരുന്നില്ലേ, കബളിപ്പിക്കല്ലേ? ഇപ്പം എന്താണ് വേറൊരു സാധനം ഉണ്ടല്ലോ, PMAY ആവാസ് യോജന. എന്താണ് മറ്റേ കേന്ദ്ര സർക്കാരുമായിട്ട് അൺഹെൽത്തി എന്താണ് അനാരോഗ്യകരമായ ഒരു പ്രശ്നത്തിലില്ലാതെ എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ബാരാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ റാഞ്ചിയെടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവർ മറ്റേ RSS ഏറ്റെടുത്തു. മോഹൻ ഭഗവത് അവിടെ തന്നെ അവതരിച്ചിട്ട് ഇവരെ അവതരിപ്പിച്ചു. സിൻഡിക്കേറ്റ്, സെനറ്റ്, ഒരു അക്ഷരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. നമ്മുടെ പാവപ്പെട്ട SFIക്കാർ തെരുവിൽ ഗവർണറെ നേരിട്ടിട്ടില്ല. ഗവർണർ അന്ന് കസേര പിടിച്ചിട്ടിട്ട് മറ്റേ റോഡ് സൈഡിലിരുന്നില്ലേ? എന്നാ പ്രക്ഷോഭമായിരുന്നു. ഇപ്പൊ KSU ഉണ്ടോ? യൂത്ത് കോൺഗ്രസ് ഉണ്ടോ? ഈ മന്ത്രിമാർക്ക് നാവുണ്ടോ? ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് RSSകാരെ വൈസ് ചാൻസലർമാരെയൊക്കെ വെച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ റാഞ്ചിയെടുക്കുന്നു RSS. എൻ്റെ രാഹുൽ ഗാന്ധി ഒന്നിലോ നിങ്ങൾ പൊട്ട കളിക്കുന്നു, അല്ലെ നിങ്ങളെ വോട്ടറാക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു. ഈ ഒരു പ്രക്രിയക്ക് കൈയയച്ച് സഹായിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ? ഇതൊക്കെ ആരെങ്കിലും പരിഭാഷപ്പെടുത്തി കൊടുത്തുടോ നിങ്ങൾക്ക്? അല്ലടോ അതിലേ നിനക്ക് കൊടുത്തൂടെ? ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇതാണ് കേരളത്തിൽ നടക്കണമെന്ന്? നീ പലരുടെ പല കാര്യങ്ങളും കൊടുക്കാറുണ്ടല്ലോ. ഇതാണ് അവിടെ നടക്കണമെന്ന് ഒന്ന് പറഞ്ഞുകൂടെ എനിക്ക്? എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന്? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും ഇവർ പരിഹാസനാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് വാസ്തവം. ഞാനിത് വെറുതെ പറയണമല്ല. എന്താ കാരണം? ഇന്ത്യ അലയൻസ് മീറ്റിങ്ങിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനെ പ്രതിരോധിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. ഞാൻ അദ്ദേഹം ബോധപൂർവ്വം കള്ളം പറഞ്ഞാണെന്ന് ഞാൻ പറയും. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്, അതല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജന്തർ മന്ദർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു, അമിത്ഷാ രാജിവെക്കണമെന്ന് പറയാൻ വേണ്ടി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും ഊന്നിയ കാര്യം ഈ യൂണിവേഴ്സിറ്റികൾ RSSകാരെ വെച്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിക്കണ്ടേ? ഞാൻ ധരിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വിചാരിക്കും ഞാൻ ഒരു എന്താ പറയുക മറുപക്ഷത്തുള്ള ഒരാളെന്ന നിലയിലാണ്. പക്ഷെ നിങ്ങളൊക്കെ അദ്ദേഹമായിട്ട് നല്ല ബന്ധം ഉള്ള ആൾക്കാരല്ലേ? കാണുമ്പോൾ ഒന്ന് പറ കേട്ടാ.